ഗുഡ് ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ പരിചയപ്പെട്ടത് സെയിൽസ് വൗച്ചർ, നമ്മുടെ ഗുഡ്സ് സെയിൽസ് വൗച്ചർ വഴി വിൽക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ പരിചയപ്പെട്ടത്. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ സർവീസ് എങ്ങനെ നമുക്ക് സെയിൽസ് വൗച്ചറിലൂടെ വിൽക്കാമെന്ന ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. എങ്ങനെയാണ് സർവീസ് വിൽക്കുന്നത് നമുക്ക് നോക്കാം. അതിന് നമ്മൾ സെയിൽസ് വൗച്ചറിൻ്റെ അകത്ത് വരിക. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ബി സോൾഡ് മൊബൈൽ സർവീസ് ടു ബോണി കൺസ്യൂമർ. ബോണി എന്ന് പറയുന്ന ഒരു കൺസ്യൂമറിന് എന്താണ് മൊബൈൽ സർവീസ് വിറ്റു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ മൊബൈൽ സർവീസിന്റെ റേറ്റ് എന്ന് പറയുന്നത് 55,000 രൂപയാണ്. 18% GST അയാളുടെ കയ്യിൽ നിന്ന് 55,000 രൂപയുടെ ഒപ്പം വാങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നമ്മുടെ ടാലിയുടെ വൗച്ചർ വരിക. അതിൻ്റെ അകത്ത് ടാലിയുടെ അകത്ത് വന്നിട്ട് ഗെറ്റ് ഫി ഓഫ് ടാലിയുടെ വിൻഡോയിൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നതിൻ്റെ അകത്ത് അക്കൗണ്ട് വൗച്ചർ നമ്മൾ F8 പ്രസ് ചെയ്ത് സെയിൽസ് വൗച്ചർ എടുക്കുക. ഓക്കെ, സെയിൽസ് വൗച്ചർ കിടക്കുന്നത് ഐറ്റം ഫോർമാറ്റിലാണെങ്കിൽ ആൾട്ടായി പ്രസ് ചെയ്തുകൊണ്ട് അതിനെ എന്ത് ഫോർമാറ്റിലേക്ക് ആക്കി മാറ്റണം, നമ്മുടെ അക്കൗണ്ടിങ് ഇൻവോയ്സ് അഥവാ സർവീസ് ഫോർമാറ്റിലേക്ക് ആക്കി മാറ്റണം. ദെൻ ഇനി ഏത് ഡേറ്റിലാണ് ട്രാൻസാക്ഷൻ സംഭവിച്ചിരിക്കുന്നത്, തൽക്കാലം ഞാൻ ഒരു ടെമ്പററി ആയിട്ടുള്ള ഇൻവോയ്സ് നമ്പർ കൊടുക്കണം. INV/05/2020-21. ദെൻ ആൾട്ട് F2 പ്രസ് ചെയ്ത് ഫിനാൻഷ്യൽ കറക്റ്റ് ആക്കുകയാണ്. F2 പ്രസ് ചെയ്ത് ഡേറ്റും കറക്റ്റ് ആക്കുകയാണ്. ദെൻ ബാലൻസ് നമ്മുടെ പാർട്ടിയുടെ പേര്, നമ്മുടെ പാർട്ടിയുടെ പേര് എന്താണ്, നമ്മുടെ പാർട്ടിയുടെ പേര് ബോണി എന്നാണ്. ആൾട്ട് CB വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുക ബോണി. ദെൻ അയാൾ ആരാണ്, നമ്മൾ സെയിൽസ് ആണ് ചെയ്യുന്നത്. ബിസിനസ്സിന് പൈസ തരാനുള്ള ഏതൊരു വ്യക്തിയും നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ, സൺഡ്രി ഡെപ്റ്റർ എന്ന് പറയുന്നത്. മെയിൻറ്റെയിൻ ബിൽ വൈസ് ഡീറ്റെയിൽസ് എന്ന് ലെസ് ആക്കുക. അയാൾ സ്വന്തം സ്റ്റേറ്റിൽ നിന്ന് സപ്പോസ് നിങ്ങൾ സങ്കല്പിക്കുക. ദെൻ പാൻ കാർഡ് ഇല്ല, കൺസ്യൂമർ ആയതുകൊണ്ട് നമ്മൾ കൺസ്യൂമർ എന്ന് പറഞ്ഞു കൊടുത്തു. സെറ്റ് ഓൾഡർ GST ഡീറ്റെയിൽസ് എന്ന് ലെസ് ആക്കുക. സോ അയാൾക്ക് എന്താണ് GST നമ്പർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കൊടുക്കേണ്ട കാര്യമില്ല. ആൾട്ട് CB വെച്ചുകൊണ്ട് എന്ത് സർവീസാണ് അയാൾക്ക് വിറ്റേക്കുന്നത് അത് കൊടുക്കുക. നമ്മൾ വിറ്റത് ഏതാണ്, നമ്മൾ വിറ്റേക്കുന്ന സർവീസ് എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ സർവീസ് ആണ്. സോ മൊബൈൽ സർവീസ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. ദെൻ ഇതെന്തായിരിക്കും, ഇൻഡയറക്റ്റ് ഇൻകം ആയിരിക്കും. ഈ മൊബൈൽ ഫോൺ വിൽക്കുന്ന കടയിലാണെങ്കിൽ അതെന്തായിരിക്കും, ഡയറക്റ്റ് ഇൻകം ആയിരിക്കും. ദെൻ GST ആപ്ലിക്കേബിൾ എന്നുള്ളത് എന്താക്കുക, യെസ് ആക്കുക. ഇനി നമ്മൾക്ക് സെയിൽസ് വൗച്ചറിന്റെ അകത്ത് രണ്ട് രീതിയിലുള്ള സർവീസ് വിൽക്കുന്നതായിട്ട് കാണിക്കാൻ പറ്റും. ഒന്ന് മൊബൈൽ ഫോൺ സർവീസ്, രണ്ട് രീതിയിലുള്ള സർവീസുകൾ വിൽക്കുന്നതായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണിക്കാം. അതായത് നമുക്ക് ഡയറക്റ്റ് ഇൻകം ബിസിനസ്സിന് പ്രദാനം ചെയ്യുന്ന സർവീസും അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ഇൻകം പ്രദാനം ചെയ്യുന്ന സർവീസും. അതായത് ഇപ്പം ഞാൻ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ എൻ്റെ കടയിൽ നിന്നും ട്രേഡിംഗ് പർപ്പസിന്റെ മുഖമുള്ള ഒരു സർവീസാണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ അതെന്തായിരിക്കും, എൻ്റെ ഡയറക്റ്റ് ഇൻകം ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണം, മൊബൈൽ വിൽക്കുന്ന ഒരു കടയിൽ മൊബൈൽ ഫോൺ വിറ്റു, അത് കേടായി കൺസ്യൂമർ തിരിച്ചു കൊണ്ടുവന്നു, അത് നമ്മൾ ശരിയാക്കി കൊടുത്തു. അപ്പോൾ നമ്മളവിടെ സെയിൽ ചെയ്യപ്പെടുന്ന സർവീസ് എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ സർവീസ് അല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള കാര്യമാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഈ രീതിയിൽ കൺസ്യൂമറിന് സർവീസ് ചെയ്ത് കൊടുത്തിട്ട് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം സെയിൽസിന്റെ മുഖമുള്ളതാണ്, അല്ലെങ്കിൽ സെയിൽസിന്റെ ഫേസ് ഉള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ നമുക്ക് ഡയറക്റ്റ് ഇൻകം എന്ന് പറയാം. എന്നാൽ മൊബൈൽ വിൽക്കുന്ന ഒരു കടയിൽ ബ്രോക്കറേജ് സർവീസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സർവീസാണ് ട്രേഡ് ചെയ്യപ്പെടുന്നതെങ്കിൽ അതെന്തായിരിക്കും, ആ വഴി കിട്ടുന്ന എല്ലാ ഇൻകവും ഇൻഡയറക്റ്റ് ഇൻകം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് തൽക്കാലം മൊബൈൽ സർവീസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇൻകം ആയിട്ട് കൊടുക്കുക, കാരണം മൊബൈൽ ഫോൺ വിൽക്കുന്ന കടയാണിത്. ദെൻ GST ആപ്ലിക്കേബിൾ, ആ മൊബൈൽ സർവീസ് എന്ന് പറയുന്ന ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ ലെഡ്ജറിന്റെ ഉള്ളിലെ GST ആപ്ലിക്കേബിൾ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടാകും. അതെന്താക്കുക, തൽക്കാലം നമുക്കത് ആപ്ലിക്കേബിൾ എന്ന് കൊടുക്കുക. ദെൻ ആ ലെഡ്ജറിന്റെ ഉള്ളിൽ തന്നെയാണ് GST റേറ്റ്, ആ മൊബൈൽ സർവീസിന് കൺസ്യൂമറുടെ കയ്യിൽ നിന്ന് നമ്മൾ പിടിക്കുന്ന എമൗണ്ട് ഒപ്പം തന്നെയുള്ള ടാക്സ് റേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. മൊബൈൽ സർവീസ് എന്ന് പറഞ്ഞു കൊടുക്കുക. ദെൻ HSN കോഡ് ടെമ്പററി ആയിട്ട് ഏതെങ്കിലും കൊടുക്കുക. HSN കോഡ് അല്ല ഇവിടെ ചോദിക്കുന്നത്, സബ് കോഡാണ്, സർവീസ് അക്കൗണ്ട് കോഡ്. ഇനി നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ, സ്വന്തം സ്റ്റേറ്റിലെ കൺസ്യൂമറിനാണ് ഈ മൊബൈൽ സർവീസ് വിറ്റെങ്കിൽ സെയിൽസ് ടാക്സിബിൾ, വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലെ കൺസ്യൂമറിനാണ് വിറ്റെങ്കിൽ സെയിൽസ് ടാക്സിബിൾ, ഇൻഡർസ്റ്റേറ്റ് സെയിൽസ് ടാക്സിബിൾ. അതുകൂടാതെ കൺസ്യൂമറിനെ വിറ്റെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്, സെയിൽസ് ടു കൺസ്യൂമർ ടാക്സിബിൾ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം നമുക്ക്. ദെൻ റിവേഴ്സ് ചാർജ് മെക്കാനിക്സ് ആപ്ലിക്കേബിൾ അല്ല സെയിൽസ് വൗച്ചറിന്റെ അകത്ത്. ഇന്റഗ്രേറ്റഡ് ടാക്സ് എത്ര ശതമാനമാണ് GST പിടിച്ചേക്കുന്നത്, 18% ആണ്. ദെൻ സർവീസ് എന്ന് പറഞ്ഞു കൊടുക്കുക.
രണ്ടടിച്ച് സേവ് ചെയ്യുക. എത്ര എമൗണ്ട് സർവീസാണ് വിറ്റത്? 55,000 രൂപയുടെ സർവീസാണ് വിറ്റത്. ദെൻ സെയിൽസ് ടു കൺസ്യൂമർ ടാക്സിബിൾ. ഇനി ഏതായിരിക്കും വരുന്നത്? ഔട്ട്പുട്ട് SGST ആൻഡ് ഔട്ട്പുട്ട് CGST. ഓക്കെ, എന്നിട്ട് ഞാൻ നാരേഷൻ കൊടുക്കുക. ബീയിങ് മൊബൈൽ സർവീസ് സോൾഡ് ടു കൺസ്യൂമർ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രെഡിറ്റ് നോട്ട് വൗച്ചറാണ്. എന്തിനാണ് ക്രെഡിറ്റ് നോട്ട് വൗച്ചർ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് കൺസ്യൂമറിന് നമ്മളൊരു ഗുഡ്സ് വിറ്റു. ഓക്കെ, വിറ്റ ഗുഡ്സിന് ഏതെങ്കിലും തരത്തിൽ റിട്ടേൺ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും? കൺസ്യൂമർ നമുക്ക് എന്ത് ചെയ്ത് തരും? നമുക്ക് തിരിച്ച് തരും. അപ്പോൾ ഇവിടെ അന്ന എന്റർപ്രൈസസ് എന്ന് പറയുന്ന പാർട്ടിക്ക് നമ്മൾ റെഡ്മി നോട്ട് മൊബൈൽ ഫോൺ 15 പീസ് വിറ്റിട്ടുണ്ട്. 18,000 രൂപ വെച്ചുകൊണ്ട് പെർ പീസിന്. അതിൻ്റെ അകത്ത് ഒരു 5 ഫോൺ കേടാന്ന് കരുതുക. ഓക്കെ, കൺസ്യൂമറിന് വിറ്റ പ്രൊഡക്റ്റിൽ കുറച്ച് പ്രൊഡക്റ്റ് കേടാണ്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് കൺസ്യൂമറിന് സെയിൽ ചെയ്തിരിക്കുന്ന ഗുഡ്സിൽ കേടായ സാധനം കൺസ്യൂമറിന് തിരിച്ചു വരുമ്പോൾ നമ്മൾ ടാലിയുടെ അകത്ത് റെക്കോർഡ് ചെയ്യുന്നത് ക്രെഡിറ്റ് നോട്ട് വൗച്ചറിൻ്റെ ഉള്ളതായിരിക്കും. കാരണം എന്താണ്? സ്റ്റോക്ക് അറ്റത്തിൽ നിന്ന് കുറഞ്ഞു പോയേക്കുന്ന കാര്യം തിരിച്ചിങ്ങോട്ട് വന്നേക്കുന്നു അല്ലേ? അപ്പോൾ അതെങ്ങനെ ടാലിയുടെ അകത്ത് റെക്കോർഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പം നിലവിൽ നമ്മുടെ ജേർണൽ ബുക്ക് എടുത്ത് നോക്കിയേ, ഡേ ബുക്കിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും. അന്ന എന്റർപ്രൈസസിന് റെഡ്മി നോട്ട് എന്ന് പറയുന്ന 50 പീസസ് പ്രൊഡക്റ്റ് നമ്മൾ വിറ്റിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് ഒരു 5 പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു 10 പ്രൊഡക്റ്റ് എന്താണ് നമുക്ക് ഡാമേജ് കാരണം അന്ന എന്റർപ്രൈസസ് എന്ന് പറയുന്ന പാർട്ടി തിരിച്ചു തന്നെന്നും പറഞ്ഞ് കാണിക്കാം. 10 പീസിന്റെ വില ഒരു പീസിന്റെ വില 18,000 വെച്ച് 10 പീസിന്റെ വില 1,80,000 രൂപ. നിലവിലത്തെ അവർ തരാനുള്ള 30,10,000 രൂപയിൽ നിന്ന് അത് കുറവ് സംഭവിക്കും. അപ്പോൾ എങ്ങനെയാണ് അത് നമ്മൾ നമ്മുടെ ടാലി വൗച്ചറിന്റെ അകത്ത് ക്രെഡിറ്റ് നോട്ട് വൗച്ചർ എനേബിൾ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. സെയിൽസ് റിട്ടേൺ റെക്കോർഡ് ചെയ്യുന്ന വൗച്ചറിന്റെ പേരാണ് ക്രെഡിറ്റ് നോട്ട് വൗച്ചർ എന്ന് പറയുന്നത്. അത് എനേബിൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ ടാലിയുടെ അകത്ത് കോമൺ സെറ്റിംഗ്സ് ആയ F11 ഫീച്ചറിൽ പോവുക. അതിൻ്റെ അകത്ത് അക്കൗണ്ടിങ് ഫീച്ചർ അല്ല, ഇൻവെന്ററി. കാരണം സ്റ്റോക്ക് ഐറ്റം അല്ല തിരിച്ചു വന്നെ. സ്റ്റോക്ക് ഐറ്റം തിരിച്ചു വന്ന് റെക്കോർഡ് ചെയ്യുന്നത് നമ്മൾ ഇൻവെന്ററി ഫീച്ചറിന്റെ അകത്താണ് ക്രെഡിറ്റ് നോട്ട് വൗച്ചർ എനേബിൾ ചെയ്യേണ്ടത്. സോ നമുക്ക് എന്താണ് ഇൻവെന്ററി ഫീച്ചറിന്റെ അകത്ത് യൂസ് ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് എന്ന 2 ഓപ്ഷൻ കാണും. ഡെബിറ്റ് നോട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ക്രെഡിറ്റ് നോട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ സെയിൽ ചെയ്ത കാര്യം തിരിച്ചു വരുന്ന റെക്കോർഡ് ചെയ്യാൻ, സെയിൽസ് റിട്ടേൺ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി. ഇനി മറ്റൊരു കാര്യം, പർച്ചേസ് റിട്ടേൺ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് ഡെബിറ്റ് നോട്ട് വൗച്ചർ എന്ന് പറയുന്നത്. നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന സപ്ലയർ കയ്യിൽ നിന്ന് ടാക്സ് കൊടുത്ത് കുറച്ച് പ്രൊഡക്റ്റ് അത് തിരിച്ചു പോകുന്ന റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന വൗച്ചറിന്റെ പേരാണ് ഡെബിറ്റ് നോട്ട് വൗച്ചർ എന്ന് പറയുന്നത്, പർച്ചേസ് റിട്ടേൺ ഷോ ചെയ്യുന്നത്. സോ നമുക്ക് യൂസ് ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് നമുക്ക് ടാലിയുടെ അകത്ത് അത് ഉപയോഗിക്കണമെങ്കിൽ എന്താക്കണം? എസ് ആക്കണം. റെക്കോർഡ് ക്രെഡിറ്റ് നോട്ട് ഇൻ ഇൻവോയ്സ് മോഡ് അത് നമുക്ക് എന്താക്കുക? അതായത് നമ്മൾ ഇൻവോയ്സ് മോഡിൽ അത് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് നോട്ട് എന്നുള്ളത് എന്താക്കണം? എസ് ആക്കണം. അതുപോലെ തന്നെ ഡെബിറ്റ് നോട്ട് നമുക്ക് പർച്ചേസ് റിട്ടേൺ റെക്കോർഡ് ചെയ്യുന്ന വൗച്ചറിന്റെ പേരാണ് ഡെബിറ്റ് നോട്ട് എന്നുള്ളത്. അത് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ റെക്കോർഡ് ഡെബിറ്റ് നോട്ട് ഇൻ ഇൻവോയ്സ് മോഡ് എന്നുള്ളത് എന്താക്കുക? എസ് ആക്കുക. ഇനി അക്കൗണ്ട് വൗച്ചേഴ്സിന്റെ അകത്ത് വരിക. നമുക്ക് നമ്മുടെ വെർട്ടിക്കൽ ആയിട്ടുള്ള ബാറിൽ നമുക്ക് കാണാൻ പറ്റും ടാലിയുടെ ക്രെഡിറ്റ് നോട്ട് ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ക്രെഡിറ്റ് നോട്ടിന്റെ ഷോർട്ട് കട്ട് കീയാണ് Ctrl+F8. ദെൻ ഇതും 4 രീതിയിലുണ്ട്. നമുക്ക് ഐറ്റം ഫോർമാറ്റ് ഉണ്ട്, സർവീസ് ഫോർമാറ്റ് ഉണ്ട്. ഇനി നമ്മൾക്ക് ഏത് ബിൽ നമ്പർ പ്രകാരമുള്ള പ്രൊഡക്റ്റ് ആണ് തിരിച്ചു വന്നത് നോക്കുക. ഏത് ബിൽ നമ്പർ പ്രകാരമുള്ള പ്രൊഡക്റ്റ് ആണ്? നമ്മുടെ INV 01/2020 എന്ന് പറയുന്ന ബിൽ നമ്പർ പ്രകാരമുള്ള ഇൻവോയ്സ് പ്രകാരമുള്ള പ്രൊഡക്റ്റ് ആണ് തിരിച്ചു വരുന്നത്. ഇത് ഏത് മാസം നമ്മൾ വിറ്റേക്കുന്നത്? മെയ് മാസമാണ് വിറ്റേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാൻ അക്കൗണ്ട് വൗച്ചേഴ്സിന്റെ അകത്ത് ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്ന വൗച്ചർ Ctrl+F9 പ്രസ് ചെയ്യുക, Ctrl+F8 പ്രസ് ചെയ്യുക. ദെൻ ബിൽ നമ്പർ കൊടുക്കുക INV/01/2020. ഇൻവോയ്സ് ഡേറ്റ് എന്ന് പറയുന്നത് 1 മെയ് തന്നെയാണ്. ദെൻ Alt F2 പ്രസ് ചെയ്ത് എന്നാൽ തിരിച്ചു വന്നേന്ന് Alt F2 പ്രസ് ചെയ്ത് ഫിനാൻഷ്യൽ കറക്റ്റ് ആണോ എന്ന് നോക്കുക. F2 പ്രസ് ചെയ്ത് തിരിച്ചു വന്ന ഡേറ്റ് കൊടുക്കുക 1/6/2020. ദെൻ പാർട്ടിയുടെ പേരെന്താണ്? അന്ന എന്റർപ്രൈസസ്. ഇതെന്തായിരിക്കും? സെയിൽസ് തന്നെയാണ്. സ്വന്തം സ്റ്റേറ്റിലെ കൺസ്യൂമറിനാണ് വിറ്റേക്കുന്നതെങ്കിൽ എന്തായിരിക്കും? സെയിൽസ് ടാക്സിബിൾ. ദെൻ ഏത് ഐറ്റമാണ്? റെഡ്മി നോട്ട് എന്ന് പറയുന്ന പീസ്
നിലവിൽ ഏത് ഗോഡൗണിലുള്ള ഇടപ്പള്ളി ഗോഡൗണിലേക്കാണ് ഇത് വരുന്നത്. നിലവിൽ 100 പീസ് ഉണ്ട്, ഒരു 10 പീസ് തിരിച്ചു വന്നു 18,000 രൂപ വെച്ചുകൊണ്ട്. ഇനി ഇതിനുണ്ടാകുന്ന ടാക്സ് എമൗണ്ടും, അതായത് ഗുഡ്സ് കൺസ്യൂമർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിന്റെ വിലയും അതിന്റെ പിടിച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് അവർക്ക് തിരിച്ചു കൊടുക്കണം, കൺസ്യൂമറും തിരിച്ചു കൊടുക്കണം. ഔട്ട്പുട്ട് CGST, ദെൻ ഔട്ട്പുട്ട് SGST, നരേഷൻ കൊടുക്കുക. നരേഷൻ പ്രൊവൈഡ് GST ഡീറ്റെയിൽസ് ഓർ EY ബിൽ എന്നുള്ളത് എന്താക്കുക, യെസ് ആക്കുക. അതിൻ്റെ അകത്ത് നമ്മളോട് ചോദിക്കുക എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നതെന്ന്. സോ നമ്മൾ എന്ത് ചെയ്യുക, സെയിൽസ് റിട്ടേൺ കാരണമാണെന്ന് കൊടുക്കുക. പിന്നെന്താണ്, ഇനി ഇത് എന്തിനെതിരായിട്ടാണ്, പിന്നീട് നമ്മളോട് ചോദിക്കുന്നത് മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് ആണ് ബിൽ ബേസ് ഡീറ്റെയിൽസിൻ്റെ അകത്ത്. അതെന്താണ്, ഇത് എന്തിനെതിരായിട്ടാണ് ക്രെഡിറ്റ് നോട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഏത് ബില്ലുമായിട്ടാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. നമുക്ക് അന്ന എന്റർപ്രൈസസ് എന്ന് പറയുന്ന പാർട്ടിക്ക് സെയിൽ വഴി കൊടുത്തിരിക്കുന്ന ബില്ലുമായിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. കാരണം ആ ബില്ലിൽ ഉള്ള എമൗണ്ടിൽ നിന്നാണ് എന്ത് നമുക്ക് പൈസ കുറയേണ്ടത്. സോ ഇൻവോയ്സ് ബില്ല് ഇൻവോയ്സ് ബില്ല് സെലക്ട് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, നരേഷനിൽ മെൻഷൻ ചെയ്യുക റിട്ടേൺഡ്, സെയിൽസ് റിട്ടേൺ. ദെൻ അക്സെപ്റ്റ് ചെയ്യുക. ഇനി നോക്കിയേ, നമുക്ക് ബാലൻസ് ഷീറ്റ്, നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സെയിൽസിൽ നിന്ന് അത്രയും കുറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി മറ്റൊരു കാര്യമുണ്ട്, നമുക്ക് നമ്മുടെ സെയിൽസ് ലെഡ്ജറിൻ്റെ അകത്ത് ക്രെഡിറ്റ് നോട്ടിൻ്റെ അകത്ത് സെയിൽസ് എന്ന് പറഞ്ഞല്ലേ കിടക്കുന്ന ലെഡ്ജർ, അത് മാറ്റി നമുക്ക് എന്താണ് സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അത് അത്രയും കുറഞ്ഞതായിട്ട് കാണാൻ പറ്റും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നോക്കി, മൊത്തം സെയിൽസ് 26,25,000 രൂപയുടെ പ്രോഡക്റ്റ് വിറ്റായിരുന്നു. അതിൻ്റെ അകത്ത് നിന്ന് 1,80,000 രൂപയുടെ പ്രോഡക്റ്റ് തിരിച്ചു വന്നു. ബാക്കിയുള്ള റിമൈനിങ് ബാലൻസ് ആണ് സെയിൽസ് എമൗണ്ടിൽ വരുന്നത്. ദെൻ നമ്മുടെ ബാലൻസ് ഷീറ്റിലും അതുപോലെ തന്നെ എന്താണ് നമുക്ക് ക്ലോസ് സ്റ്റോക്കിൽ അതിൻ്റെ റിഫ്ലക്ഷൻ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എന്താണ് നമുക്ക് നമ്മുടെ സ്റ്റോക്ക് സമറിയിലും കാണാൻ സാധിക്കും. സ്റ്റോക്ക് സമറി വന്നിട്ട് നോക്കി 100 പ്രോഡക്റ്റേ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടായിരുന്നുള്ളൂ. 10 പ്രോഡക്റ്റ് തിരിച്ചു വന്നപ്പോൾ നിലവിൽ ഇപ്പോൾ എത്ര പീസായി സെയിൽസ് റേറ്റ് സംഭവിച്ചപ്പോൾ 10 പീസോട് കൂട്ടി 110 പീസായി നമുക്ക്. ഇനി നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷൻ നമുക്ക് എന്താണ് ബാലൻസ് ഷീറ്റ് വന്നിട്ട് ടാക്സസിൽ ഉണ്ടായ കുറവും നമുക്ക് ചെയ്യാം. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിൽ ഉണ്ടായ കുറവും എന്താണ് ഔട്ട്പുട്ട് CGST SGST റിട്ടേണിന് മുമ്പുള്ളതും ഇപ്പോഴുള്ളതും നമുക്ക് ഡിഫറൻസ് മനസ്സിലാക്കാൻ സാധിക്കും ബാലൻസ് ഷീറ്റ് വന്നു കഴിഞ്ഞാൽ. ദെൻ അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെഡ്ജർ വൈസ് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കുക. ഡിസ്പ്ലേയുടെ അകത്ത് അക്കൗണ്ട് ബുക്സിന്റെ അകത്ത് ലെഡ്ജർ, അതായത് നമ്മുടെ ഔട്ട്പുട്ട് CGST SGSTയുടെ അകത്ത് എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഔട്ട്പുട്ട് CGST എന്ന് പറഞ്ഞ ലെഡ്ജർ എടുക്കുക. Alt F2 പ്രസ് ചെയ്ത് എന്താണ് ഫിനാൻഷ്യൽ കറക്റ്റ് ആക്കുക. ദെൻ നോക്കിയേ, CGST ഉണ്ടായിട്ടുണ്ട്, പല അൺ എന്റർപ്രൈസസിന് വിറ്റത്, അതുപോലെ തന്നെ ബോണി എന്റർപ്രൈസിന് വിറ്റത്, അൺ എന്റർപ്രൈസിന് നമ്മൾ വീണ്ടും വിറ്റത്. പിന്നെ എന്താണ് ഒരു ക്രെഡിറ്റ് നോട്ട് ഉണ്ടായിട്ടുണ്ട്, ഒരു 16,200. അതായത് നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള പാർട്ടീസിന് CGST വഴി കളക്ട് ചെയ്തിരിക്കുന്ന ലയബിലിറ്റി ആണ് ഈ ക്രെഡിറ്റ് സൈഡിൽ കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നിന്നും ക്രെഡിറ്റ് നോട്ട് വഴി ഉണ്ടായി. ക്രെഡിറ്റ് നോട്ട് സെയിൽസ് റിട്ടേൺ വന്നതോടുകൂടി എന്താണ് നമുക്ക് ലെഡ്ജർ വൈസ് സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ മതി. ഡിസ്പ്ലേയുടെ അകത്ത് അക്കൗണ്ട് ബുക്സിന്റെ അകത്ത് ലെഡ്ജർ ഔട്ട്പുട്ട് CGST എന്ന് പറയുന്ന ലെഡ്ജർ Alt F2 പ്രസ് ചെയ്തിട്ട് നോക്കുക. ഇടയ്ക്ക് ടാലി ക്ലോസ് ആയി പോയായിരുന്നു. ഇവിടെ
നമ്മൾ ഔട്ട്പുട്ട് CGST എന്ന് പറയുന്ന ലെഡ്ജർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല പാർട്ടീസിന് നമ്മൾ ഗുഡ്സ് വിറ്റിട്ട് അവരുടെ നിന്ന് കളക്ട് ചെയ്ത ടാക്സ് ആണ്, അവരുടെ നിന്ന് വാങ്ങി പിടിച്ചിരിക്കുന്ന ലയബിലിറ്റിയാണ് ക്രെഡിറ്റ് സൈഡിൽ കാണുന്നത്. അതിൽ നിന്ന് ലയബിലിറ്റി കുറവ് സംഭവിച്ചിരിക്കുന്നത് ക്രെഡിറ്റ് നോട്ട് വഴി നമ്മൾ അന്ന എന്റർപ്രൈസ് ഒരു പാർട്ടിക്ക് വിറ്റ ഗുഡ്സ് തിരിച്ചു തന്നപ്പോൾ നമ്മൾക്ക് എന്താണ് ആ പാർട്ടിക്ക് നമ്മൾ ഗുഡ്സിന്റെ വിലയോടൊപ്പം തന്നെ അയാളിൽ നിന്ന് കളക്ട് ചെയ്ത ടാക്സും തിരിച്ചു കൊടുത്തു. ആ റിമൈനിങ് ബാലൻസ് ഇവിടെ തന്നേക്കുന്നത് അത് കുറച്ചിട്ടുള്ള ബാലൻസ് കറണ്ട് ഓപ്പൺ ബാലൻസിൽ നിന്നും നമ്മുടെ റിമൈനിങ് ബാലൻസ് എന്താണ് തിരിച്ചു കൊടുത്തിരിക്കുന്ന ടാക്സ് കുറച്ചിട്ടുള്ള ബാക്കി റിമൈനിങ് ബാലൻസ് ആണ് ഇവിടെ തന്നേക്കുന്നത്. അപ്പോൾ ടാക്സിലും എന്താണ് കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഔട്ട്പുട്ട് SGST സെയിം രീതിയിൽ തന്നെ എന്താണ് നമുക്ക് കാണാൻ സാധിക്കും. സെയിം ടാക്സ് എമൗണ്ട് SGST വഴി നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്നും ഇതെന്താണ് കസ്റ്റമേഴ്സിന് സെയിൽസ് റിട്ടേൺ സംഭവിച്ചപ്പോൾ കസ്റ്റമേഴ്സിന് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ടൊപ്പം തന്നെ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചിരിക്കുന്ന ഗുഡ്സിന്റെ വിലയോടൊപ്പം തന്നെ ടാക്സ് എമൗണ്ട് തിരിച്ചു കൊടുത്തതായിട്ട് കാണുന്നു. ആ കുറവ് എന്താണ് നമ്മുടെ ലെഡ്ജർ ബാലൻസിൽ എഫക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ആണ് സെയിൽസ് റിട്ടേൺ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഏകദേശം ക്രെഡിറ്റ് നോട്ടിന്റെ ഡെബിറ്റ് നോട്ടിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഡെബിറ്റ് നോട്ടിന്റെ കാര്യവും അതുപോലെ തന്നെ സെയിൽസ് റിട്ടേൺ സെയിൽസ് വൗച്ചറിന്റെ അകത്ത് സർവീസ് ഫോർമാറ്റിൽ എങ്ങനെ എൻ്റർ ചെയ്യണമെന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.